പാതിവില തട്ടിപ്പ് കേസിൽ സായിഗ്രാമം എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാർ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലായി എന്നതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. തിരുവനന്തപുരം സെഷൻസ് കോടതി അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. തൊട്ടു പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തത്. പക്ഷേ ആ ഘട്ടത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അല്പസമയത്തിനകം വിശദമായ ചോദ്യം ചെയ്യലിന് സാഹചര്യം ഒരുങ്ങും എന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് കൂടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിഷ്ണു, ഇതിനോടകം രജിസ്റ്റർ ചെയ്ത കേസുകളിലൊക്കെ ഈ ആനന്ദകുമാറും അനന്തകൃഷ്ണനൊപ്പം പ്രതിയാകേണ്ടയാളാണ്. ഇരുവരും ചേർന്ന് നടത്തിയ ഗൂഢാലോചന, തട്ടിപ്പ് എന്ന നിലയിൽ തന്നെയാണ് ഇതിൽ പണം നഷ്ടമായവർ അവരുടെ പരാതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. പലയിടത്തും ഒരു ആളെന്ന നിലയിൽ, ഒരു പ്രധാനപ്പെട്ട ആളെന്ന നിലയിൽ അനന്തകുമാർ തന്നെയായിരുന്നു നേരിട്ടെത്തി ഈ നിക്ഷേപകരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്ത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി, അതിലേറ്റവും പ്രധാനപ്പെട്ട ആൾ തന്നെയാണ് ആനന്ദകുമാർ. അപ്പോൾ വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമുള്ള കേസ് തന്നെയായി മാറുകയാണല്ലോ, അല്ലേ? വിജയകുമാർ, അനന്തകൃഷ്ണന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ആനന്ദകുമാറിന്റെ കസ്റ്റഡി. നേരത്തെ തന്നെ കസ്റ്റഡിയിലെടുക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നു. അതിനിടയിലാണ് ഇദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചത്. തള്ളിയ നിമിഷം തന്നെ തിരുവനന്തപുരത്തെ പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘം ആനന്ദകുമാറിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഒരുപാട് കേസുകളിൽ ഇതിനോടകം തന്നെ ആനന്ദകുമാറിനെ പ്രതി ചേർത്തിട്ടുണ്ട്. ഫോർട്ട് കൊച്ചിയിൽ എടുത്ത കേസിൽ 1-ാം പ്രതിയാണ് ആനന്ദകുമാർ. കണ്ണൂരിൽ ഏകദേശം 2 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയാണ് ആനന്ദകുമാർ. ഈ അനന്തകൃഷ്ണൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കസ്റ്റഡിയിലെടുക്കുന്ന അല്ലെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങിയ ഘട്ടത്തിൽ ക്രൈംബ്രാഞ്ചിന് നൽകിയ പ്രധാനപ്പെട്ട മൊഴി, തനിക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ പ്രചോദനം നൽകിയ ആൾ ആനന്ദകുമാറാണ്. താൻ ഈ CSR ഫണ്ടുമായി ബന്ധപ്പെട്ടാണ് ആനന്ദകുമാറിനെ സമീപിക്കുന്നത്. ഈ സത്യസായി ട്രസ്റ്റിന് ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ CSR ഫണ്ട് വരുന്ന ഒരു സംഘടനയാണ് സത്യസായി ട്രസ്റ്റ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് താൻ അങ്ങനെ ആനന്ദകുമാറിനെ ബന്ധപ്പെടുന്നത്. തനിക്ക് അത്തരത്തിലൊരു ഉറപ്പ് ആനന്ദകുമാറിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരുന്നു. നമുക്ക് ഈ CSR ഫണ്ടുകൾ കമ്പനിയിൽ നിന്ന് ലഭിക്കുന്ന തരത്തിൽ തന്നെ സഹായിക്കാമെന്നൊരു ഉറപ്പ് ആനന്ദകുമാർ നൽകിയിരുന്നു. അതിന്മേലാണ് താൻ മുന്നോട്ട് പോയത്. അതുകൊണ്ട് ഈ തട്ടിപ്പിന്റെ എല്ലാ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ഈ കമ്പനിയുടെ ഒരു ഉത്തരവാദിത്വം രക്ഷാധികാരി എന്ന നിലയിൽ ആനന്ദകുമാറിനുണ്ട് എന്ന് അനന്തു പരസ്യമായി മാധ്യമങ്ങളോടും പിന്നീട് അത് ക്രൈംബ്രാഞ്ചിനോടും ഒക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഈ തട്ടിപ്പിൽ നിന്ന് ഒരു കാരണവശാലും അദ്ദേഹത്തിന് ഒഴിഞ്ഞു നിൽക്കാനാവില്ല. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് പ്രതികരണം, തട്ടിപ്പിന് പിന്നിൽ അനന്തകൃഷ്ണൻ മാത്രമാണ്, താൻ അയാൾക്ക് ചില സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു, വിശ്വാസത്തിലെടുത്ത സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു മാത്രം ചെയ്തു എന്നുള്ളതായിരുന്നു ആനന്ദകുമാറിന്റെ പ്രതികരണം. പക്ഷെ അങ്ങനെയല്ല. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ പണം വന്ന ഇടങ്ങൾ, അതോടൊപ്പം തന്നെ ഈ പണം പോയ സ്ഥലങ്ങൾ, ആരെല്ലാം നിന്ന് ഈ പണം കൈപ്പറ്റി, ഇക്കാര്യങ്ങൾക്ക് ഒരു കൃത്യമായ ധാരണ ആനന്ദകുമാറിനുണ്ട്. ഏകദേശം 500 കോടിയിലധികം രൂപയാണ് അനന്തകൃഷ്ണന്റെ ഈ അക്കൗണ്ടിലേക്ക് പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എത്തിയിട്ടുള്ളത്. അതിൽ കുറേയേറെ തുക ഈ സത്യസായി ട്രസ്റ്റിലേക്ക് മാറിയിട്ടുണ്ട്, അതിൽ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇവർ തമ്മിലുള്ള ബാങ്ക് ഇടപാടുകളൊക്കെ പരിശോധിച്ചിട്ടുണ്ട്. ആ ബാങ്ക് ഇടപാടുകളിലും പണം കൈമാറിയത് മനസ്സിലാകുന്നു. വിശദമായ ഒരു അന്വേഷണം, വിശദമായ ചോദ്യം ചെയ്യൽ, ആനന്ദകുമാറിന്റെ അറസ്റ്റിലേക്ക് അടക്കം അന്വേഷണ സംഘം പോകാനുള്ള സാധ്യതയാണുള്ളത്. വിജയകുമാർ. യെസ്, ഉറപ്പായും സമഗ്രമായ അന്വേഷണം വേണ്ട ഒരു കേസ് എന്ന നിലയിൽ തന്നെയാണ് ക്രൈംബ്രാഞ്ച് ഇതിനെ കോടതിയിലും പ്രസന്റ് ചെയ്തത്. അതുകൊണ്ടാണ് ആന്റിസിപ്പേറ്ററി ബെയിൽ, മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയ്ക്ക് വന്ന ഘട്ടത്തിൽ ഒരു കസ്റ്റഡിയൽ ഇൻട്രോഗേഷൻ വേണമെന്ന് കോടതിക്ക് തോന്നുകയും ജാമ്യാപേക്ഷ നിരാകരിക്കുകയും ചെയ്തത്. സായിഗ്രാമം എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാറിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരത്ത് സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് തൊട്ടു പിന്നാലെയാണ് വസതിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നറിയിച്ചതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ക്രൈംബ്രാഞ്ച് സംഘം. ഷഫീദ് റാവുത്തറും വിഷ്ണു സുരേഷുമാണ് വിശദാംശങ്ങൾ നൽകിയത്.